അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ദേശീയപാത പടപടാന്ന് തകർന്നു വീഴുമ്പോൾ ഉയരുന്ന ചോദ്യം, റീൽസ് എടുത്ത റിയാസ് എവിടെ? സ്റ്റേറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ഒരു ടീമായി സഞ്ചരിച്ചുകൊണ്ട് പരിശോധിക്കുന്നുണ്ട്. എന്നാ പിന്നെ പേടിക്കണ്ട. കൂരിയാടിൽ ഇന്നലെ കണ്ടത് ട്രെയിലർ മാത്രം. തൊട്ടടുത്ത് മമ്മാലിപ്പടിയിലും ഇന്ന് കണ്ടു വിള്ളൽ. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള NH-66. ഈ പൊളിയുമ്പോൾ മാത്രമാണ് കേട്ടോ കേന്ദ്രത്തെ കുറിച്ച് പറയുക. അതുവരെ PA മുഹമ്മദ് റിയാസ് പണിത റോഡ് പോലെയാണ്. ഇല്ല. തലസ്ഥാനത്ത് സ്മാർട്ട് റോഡ് ആക്കിയതിന്റെ ആഘോഷം നടത്തുന്നത് മന്ത്രി വി ശിവൻകുട്ടിയും PA മുഹമ്മദ് റിയാസും എല്ലാവരും ചേർന്നാണ്. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. അപ്പോഴും കേന്ദ്രത്തിന് ഒരു ക്രെഡിറ്റും ഇല്ല. കേന്ദ്രം അത് വന്ന് അതുവഴി എങ്ങാണ്ട് പോയി എന്ന മട്ടിലാണ് അവതരിപ്പിക്കുന്നത്. പക്ഷെ പൊളിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പറയും നിതിൻ ഗഡ്കരി സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? NHAI ദേശീയപാത കേന്ദ്രത്തിന്റെ കുഴപ്പം, കേന്ദ്രം ഏർപ്പാടാക്കിയ കരാറുകാർ, NHAIയുടെ കരാറുകാരുടെ വീഴ്ച, അതെല്ലാം പറയും. ഇതിന് കഴിവെന്നല്ല, കഴിവ് കേടെന്നാ പറയുന്നത്. റിയാസിന്റെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പോകുന്നതിന്റെ ഇത് റീൽസ് ഇട്ടു. ഇങ്ങനെ ഈ അവകാശവാദങ്ങൾ പറയാനല്ലാതെ ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ ചൂളിപ്പോയി മുറിക്കകത്ത് ഒളിക്കുന്ന രീതിയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒളിച്ചോടി പോലെ സ്വന്തം ഭാര്യയുടെ പേരിൽ ആരോപണം വന്നിട്ട് പോലും മാധ്യമപ്രവർത്തകരിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന ഒരു റിയാസാണ്. നീ ആള് വിചാരിച്ചതുപോലെ അല്ലല്ലോ, എവിടം വരെയൊക്കെ കയറി ചിന്തിച്ചത്. മൺസൂൺ തുടങ്ങണം. ആ മൺസൂൺ തുടങ്ങുന്ന സമയത്ത് ആ സ്റ്റേറ്റുകാരന്റെ ബോർഡൊക്കെ വെച്ച് റീൽസ് ഉണ്ടാക്കി ഇടുക എന്നൊക്കെ ഈ പുള്ളിയെ കൊണ്ട് പറ്റുള്ളൂ. 100% ഞാൻ യോജിക്കുന്നു. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കരുത്. പുള്ളിയെ കൊണ്ട് പറ്റുന്ന പണികൾ പുള്ളിയെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? സ്മാർട്ട് സിറ്റി ഉണ്ടാക്കുന്ന റോഡിന് PWDക്ക് എന്താ റോള്? എന്തെങ്കിലും റോള് PWDക്ക് ഉണ്ടോ? പക്ഷെ ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. പക്ഷെ ഉള്ള ഫ്ലെക്സിൽ മുഴുവൻ അത് PWD ആണ് നടത്തിയിരിക്കുന്നത്. വരുത്തി തീർക്കത്തക്ക രീതിയിൽ റിയാസിന്റെ തല വെച്ച് കൊടുക്കുകയാണ്. എനിക്കിനി വേണ്ട ഈ മെയ്യാഭരണം. ഈശ്വര, ഞാൻ എന്തൊക്കെയാ കാട്ടിക്കുട്ടിയത്. എന്റെ മുഖം മാത്രം എന്നുള്ള ഫോട്ടോ വെച്ച് അതിന്റെ എല്ലാം ഉത്തരവാദിത്തം ഏൽക്കുന്ന ആളായിട്ട് റിയാസ് മാറിയിരിക്കുകയാണ്. ഞങ്ങൾ ഫീൽഡിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സംസ്ഥാനത്തെ പൊതു മരാമത്ത് വകുപ്പാണ്. ഇത് ഒരു കുടുംബത്തിന്റെ ആധിപത്യത്തിൽ പോകുമ്പോ മരുന്നിന് പോലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചോദിക്കാനില്ല എന്നുള്ളതാണ്. ഇതിന്റെ പ്രവൃത്തി, ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത്, ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി. ഇവിടെ ഒരു ചോദ്യവും ചോദിക്കാൻ നോക്കൂ. അശാസ്ത്രീയമായ നിർമ്മാണം. എന്താ റിയാസ് ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. റിയാസ് കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ എന്താ, ഞങ്ങൾ എല്ലാ ആഴ്ചയിലും അവലോകന യോഗങ്ങൾ വിളിച്ച് ഞങ്ങളാണ് അതിന് മുഴുവൻ മേൽനോട്ടം വഹിക്കുന്നത്. എന്തിനെ സാർ അതൊന്ന് പറയണത് കേൾക്കാനുള്ള കൊതി കൊണ്ടാ. ഇന്ന് ആ ഇത് എല്ലാ സ്ഥലത്തും തകർന്നുകൊണ്ടിരിക്കുമ്പോ എന്തിനാ ഈ ഒളിച്ചുകളി? ആഘോഷിച്ചോട്ടെ, പക്ഷെ അതിന്റെ കൂടെ നന്നാക്കാനുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞു പോകണം. അല്ലാതെ കണ്ണടച്ച് ഇരുന്നിട്ട് കാര്യമില്ല.